കിലുക്കം സിനിമയിൽ ഏറ്റവും രസകരമായ വേഷം ചെയ്ത ആൾ ഇന്നസെന്റ് ആണ്. കിട്ടുണ്ണി എന്ന കഥാപാത്രം. അത് ജഗതിയും മോഹൻലാലൊക്കെയാണ് മുഖ്യ കഥാപാത്രങ്ങളും. കിട്ടുണ്ണിയാണ് അതിലെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആളെ ആകർഷിച്ച കഥാപാത്രങ്ങളിലൊന്ന്. കാരണം ഈ ലോട്ടറി അടിച്ചു എന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് തിലകന്റെ ജഡ്ജി എന്ന കഥാപാത്രത്തെ ഊടുപാട് തെറി പറഞ്ഞേച്ച് പോയിട്ട് പുള്ളി അങ്ങ് പോവും. പോയിട്ട് തിരിച്ചു വന്ന് പട്ടിണി കിടന്ന് ഗതിയില്ലാതെ പട്ടിണി കിടന്ന് ഗതിയില്ല വരുമ്പോഴുള്ള ആ ഒരു ചോദ്യം എവിടെ ഇപ്പൊ ഈ കിട്ടുണ്ണി ചോദിക്കണ്ടേ എന്ത് കാറ്. ഇന്ന് ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്കത് അന്ന് താൻ എന്തൊക്കെയാ എന്നെ ജഡ്ജി അമ്മാനെന്ന് വിളിക്കുമ്പോൾ പറയുന്നത്. അന്ന് താൻ അന്ന് എന്നെ ഇങ്ങനെയല്ലോ വിളിച്ചത്. അപ്പോൾ എന്താണ് അന്ന് താനെന്തോ എന്നെ വിളിച്ചത്? ഒരു സത്യം പറയട്ടെ, എന്ന് എനിക്കതൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് ഇതേ അവസ്ഥയിലാണ് നമ്മുടെ തൈക്കണ്ടി വീണയ്ക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. ഈടി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ച് 172 ചോദ്യങ്ങളാണ് ഇഡി എഴുതി കൊടുത്തത്. ഈ 172 ചോദ്യങ്ങൾക്ക് ആൻസർ തിരികെ എഴുതി കൊടുക്കണമായിരുന്നു. ഒരു എഴുത്ത് പരീക്ഷയാണ് സത്യത്തിൽ അവിടെ നടന്ന വലിയ പരീക്ഷണമായിരുന്നു. ഈ പുള്ളിക്കാരി എഴുത്ത് പരീക്ഷയിൽ അത്ര വലിയ വിജയം ആയിരുന്നില്ല എന്നാണ് ബെർലിൻ കുഞ്ഞൻ എന്ന നേരത്തെ ആത്മകഥയെ പറയുന്നത്. കോളേജിൽ അഡ്മിഷന് വേണ്ടി പോയപ്പോൾ എൻട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എഴുതി പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് അന്ന് കുടുംബത്തിൽ നിന്ന് മറുപടി കിട്ടിയെന്നാണ് ബെർലിൻ കുഞ്ഞൻ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇഡിക്ക് ഉത്തരം എഴുതി കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കാം. സ്വാഭാവികമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവസാനം ഈ കിട്ടുണ്ണി പറഞ്ഞ പോലെ എന്നാ ഒരു സത്യം പറയാം എനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് വീണ പറഞ്ഞുവെന്നാണ് ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തത്. ആയിരിക്കും അല്ലേ? മനോരമയിലാണ് നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വാർത്ത കണ്ടത്. കാരണം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ 2.78 കോടി രൂപ കൈക്കൂലി അല്ലെങ്കിൽ മാസപ്പടി, ഇവർ പറയുന്ന സേവനം ചെയ്തതിനുള്ള പ്രതിഫലം. നമ്മൾ പറയുന്നത് അവർക്കത് സേവനം ചെയ്തതിനുള്ള പ്രതിഫലം, നമുക്കത് മാസപ്പടി. ഈ മാസപ്പടി അല്ലെങ്കിൽ കൈക്കൂലി അതാണ് ചെയ്ത സേവനത്തിനല്ല, ചെയ്ത സഹായത്തിനുള്ള നന്ദി. അപ്പോൾ അതിൻ്റെ കണക്കുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിലാണ് വീണമോൾക്ക് മറുപടി ഇല്ലാതായി പോയത്. അത് വർഷങ്ങളായില്ലേ, എനിക്കതത്ര ഓർമ്മയില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചതെന്ന് പറയും. ബാക്കി എല്ലാ കാര്യവും നല്ല ഓർമ്മയാണ്. ഇത് ചോദിക്കുമ്പോൾ മാത്രം പെട്ടെന്ന് ഒരു മറവി രോഗം ബാധിച്ചിരിക്കുകയാണ്. കാരണം ഇത് ഏതൊക്കെ രീതിയിൽ ആണ് ഇപ്പം ഈ ചോദ്യങ്ങൾ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പിന്നീട് ഈ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത ശേഷം ഉപചോദ്യങ്ങൾ ഉണ്ടാവും. ഉറപ്പാണല്ലോ. അതങ്ങനെ ചോദ്യം ചെയ്യലെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ പറഞ്ഞ ഉത്തരങ്ങളിൽ നിന്ന് പിന്നെ ഉപചോദ്യം വരും. ഈ ഉപചോദ്യങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് ഇന്നിപ്പോൾ SFIOയുടെ രേഖകൾ, അതുപോലെ എൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ രേഖകൾ, ഇതെല്ലാം ഇന്ന് ഇഡിയുടെ കൈവശം എത്തിച്ചേരും. ഇപ്പോൾ SFIO ആണല്ലോ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്നാണ് ഇത്രയും വലിയ വീണമോൾക്കെതിരായിട്ടുള്ള തെളിവുകൾ അവർ ശേഖരിച്ചിരുന്നത്. ആ തെളിവുകൾ ഒരിക്കലും ഇഡിക്ക് കൊടുക്കരുത് എന്നുള്ളതായിരുന്നു കർത്തായുടെയും വീണയുടെയൊക്കെ ആവശ്യം. കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. വീണമോള് വീട്ടിൽ പോയിട്ടുണ്ട്. അടുത്ത ചോദ്യം ചെയ്യലിനുടനെ നോട്ടീസ് പിന്നാലെ ചെല്ലും. നോട്ടീസ് അവരുടെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഡോക്യുമെന്റ്സ് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ അടിയന്തര തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അന്ന് അത് ചെന്നിരിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം ഇവരെ എല്ലാം കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. ഈ കർത്തയുടെ കുടുംബാംഗങ്ങളും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഭാര്യ, മക്കള്. അതെ. അപ്പം നിലവിലിപ്പം വീണ തൈക്കണ്ടിയുടെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. സാധാരണ നമ്മളോട് അഭിഭാഷകർ പറയുന്ന ഒരു വകുപ്പായത്. നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ട് കോടതിയിൽ ചെല്ലുമ്പോൾ അഭിഭാഷകർ നമ്മളോട് എന്തോ ചോദിച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല, ഓർമ്മയില്ല, എനിക്കറിയില്ല, ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഓർമ്മയില്ല. അപ്പോൾ ഇനി ഓർമ്മ കിട്ടത്തക്ക രീതിയിലുള്ള തെളിവുകൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വന്നേക്കാം. പക്ഷേ ഇതിനിടയ്ക്ക് ഈ വീണയുടേതായെന്ന് പറയുന്ന ഒരു മൊഴി വന്നിരിക്കുന്നത് അതൊക്കെ എൻ്റെ സ്റ്റാഫുകൾ ചെയ്തതാണ് എന്നാണ്. ഇവരെല്ലാം പരിപാടി അതാണ്. അടുത്തതായിട്ട് അത് ഈ സ്റ്റാഫാന്നും പറഞ്ഞ് ആരെയെങ്കിലും കുറച്ച് പേരെ കൊണ്ടിറക്കാനാണ്. പിന്നെ ഇതിൻ്റെ രേഖകളല്ല ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ എക്സാലോജിക്കിൻ്റെ ഓഫീസിലാണ്, ഓഫീസിലാണ് ഈ രേഖകളുള്ളത്. ആ രേഖകൾ കൈകാര്യം ചെയ്തവർക്ക് മാത്രമേ അതറിയൂ. കാരണം ഞാൻ ഡയറക്ടറാണ്, എനിക്ക് ഈ രേഖകൾ കൈകാര്യം ചെയ്യേണ്ട ജീവനക്കാരുടെ ജോലിയാണ്. കാര്യമില്ല. ഞാനൊരു ഉന്നത എന്നുള്ള നിലയിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ കമ്പനിയുടെ ഓണറാണ്. അത് ചെറിയ കമ്പനിയൊന്നുമല്ല. നമ്മൾ എബ്രഹാം ലിങ്കൻ്റെയൊക്കെ കഥ പഠിച്ച പോലെ, എബ്രഹാം ലിങ്കൻ വിളക്കിൻ്റെ വെട്ടത്തിരുന്ന് പഠിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയെന്ന കഥ പറഞ്ഞ പോലെ, അമ്മയുടെ ഇത്തിരി പോകുന്ന ആ ഒരു ഗ്രാറ്റുവിറ്റി പെൻഷൻ കാശ് കൊണ്ട്
പ്രതിമാസം 8 ലക്ഷം രൂപ മാസപ്പടി മേടിക്കാൻ തക്ക നിലയിലേക്ക് വളർന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കഥയ്ക്ക് വലിയ ചന്തമേറെയാണ്. നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു മാതൃകയാക്കണം. മാതൃകയാക്കേണ്ട അടുത്ത കഥയാണ്. LDF ഭരിക്കാൻ വരുമ്പോൾ അത് പഠന പദ്ധതി ഉൾപ്പെടുത്തണം. എങ്ങനെ ലളിതമായ രീതിയിൽ ഇത്ര ഉന്നതങ്ങളിലേക്ക് എത്താമെന്നുള്ളത്. അമ്മയുടെ തുച്ഛമായ പെൻഷൻ പണം ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കമ്പനി, ഒരു IT കമ്പനി, എക്സാലോജിക് എന്ന് പറയുന്ന ഒരു IT കമ്പനി. ആ കമ്പനി ഇങ്ങനെ വളർന്ന് പന്തലിക്കുകയാണ്. ആരൊക്കെ കൊടുക്കുന്നുണ്ട്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് ഈ കമ്പനി വളർന്ന് പന്തലിക്കുന്നത് ഉള്ളത് മാത്രമാണ് ഇതിനകത്തെ ഏറ്റവും വലിയ. അത് യാദർച്ഛ്യമായി സംഭവിച്ചതാണ്. അത് പ്രകൃതിയുടെ ഓരോ വികൃതികളാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് സംഭവിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായിപ്പോയി. മുഖ്യമന്ത്രിയായ പുറകെ ഈ കമ്പനി വളർന്നു വലുതാകുന്നു. ഈ വളർന്നു വലുതാകുന്ന കൂട്ടത്തിലാണ് ഒരു കമ്പനിയിൽ നിന്ന് മാത്രം, അതായത് കർത്തായുടെ കരിമണൽ കമ്പനിയിൽ നിന്ന് മാത്രം അത് ഏതാണ്ട് 2.78 കോടി രൂപ മാസപ്പടി ഇനത്തിൽ കൈപ്പറ്റുന്നു. 50 ലക്ഷം രൂപ പുള്ളിയുടെ ഈ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ ലോൺ കമ്പനിയിൽ നിന്ന് എടുക്കുന്നു. പുല്ലിരുന്ന് അല്ലാതെ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നു. ഈ ഇവർ പിന്നെ നോക്കുകൂലി ഇനത്തിൽ കൊടുത്ത പൈസ എന്നെടുത്ത് ഈ പൈസ അടച്ചു തീർക്കുന്നു. 8 ലക്ഷം രൂപ മാസം, 5 മാസം 6 മാസം കൊണ്ട് ആ 50 ലക്ഷം രൂപയും അടച്ചു തീർത്ത് ബാക്കി മൊത്തം ഹാപ്പി സമ്പാദ്യം. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഉള്ള ഒരു നീക്കം എന്താണെന്ന് ചോദിച്ചാൽ, SFIയുടെ കയ്യിൽ നിന്ന് കിട്ടിയ രേഖകളും ഇവരുടെ ഉത്തരങ്ങളും അനാലിസിസ് ചെയ്തതിന് ശേഷം ഈ ഇണങ്ങാത്ത കണ്ണികളുണ്ടല്ലോ, ഇവർക്ക് ഈ ഓർമ്മയില്ലാത്തതൊക്കെ ഓർമ്മ വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ED മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ഏതായാലും അടുത്ത ആഴ്ച തന്നെ വീട് ഹാജരാകേണ്ടി വരുമായിരിക്കാം. ഏതായാലും നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പൂജകളും മറ്റേ വീട്ടിൽ തൻ്റെ ജ്യോത്സ്യരെ വിളിച്ച് വരുത്തിയുള്ള പ്രശ്നം വയ്ക്കലും സംഘങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും എന്തായാലും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവർക്ക് പരസ്യമായിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാനും പറ്റത്തില്ല. ഇവരെങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ കണ്ണുകൾ പുറകെ പോകും. അപ്പം ഇയാളുടെ മകൻ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അതിനും ക്യാമറ കണ്ണ് പിന്നാലെ പോയിട്ട് അവിടെ പാവപ്പിടിച്ച ഒരു പ്രാദേശിക ലേഖകനെ എല്ലാവരും കൂടെ കൂടി ഇടിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഈ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ ഈ അവിടാണോ ഗുരുവായൂരപ്പ ഇരിക്കുന്നത്, അവിടാണോ കൃഷ്ണ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. ഭാര്യ മക്കളെ പറഞ്ഞ് അമ്പലത്തിൽ വിട്ടതിന് ശേഷം അവർ കൊണ്ടുവരുന്ന അങ്ങനെയാണ് പണ്ട് മുതൽ പങ്കുപറ്റും. ഞങ്ങൾ ദൈവമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭാര്യ മക്കളും പോയി ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞങ്ങളുടെ നാളിന് പ്രത്യേക അർച്ചനയും പൂജയും കാര്യങ്ങളൊക്കെ നടത്തി. അതങ്ങനെ രീതി. മരിച്ചാലും അങ്ങനെ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാലും വലിയ ചൂടായിട്ട് കൊണ്ട് ഇംഗ്ലാസ് സ്വന്തമാണെന്നെല്ലാം കൂടെ മുദ്രാവാക്യം വിളിക്കുക, അല്ലെങ്കിൽ അവിടെ പയ്യമ്പലത്ത് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് വീട്ടുകാരുടെ പതുക്കെ അവിടെ നിന്ന് സ്ഥലം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഏതെങ്കിലും കന്യാകുമാരിയിലോ പാവനാശത്തോ അതെവിടെയെങ്കിലും കൊണ്ട് എല്ലാ പൂജകളും നടത്തി നിമഞ്ജനം ചെയ്യും. അതാണ് രീതി. പാർട്ടി ലൈനിപ്പോൾ അങ്ങനെയാണ് പണ്ട് പോലെ. എന്താണെങ്കിലും വീണമോളുടെ ഓർമ്മക്കുറവ് ബ്രഹ്മി കൊണ്ട് ED നികത്തും എന്നാണ് തോന്നുന്നത്. അതിന് വേണ്ടി ജ്യോതിഷ് ബ്രഹ്മി എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നം പരസ്യം ജ്യോതിഷ് ബ്രഹ്മി ഓർമ്മക്കുറവിനും അതുപോലെ ബുദ്ധിശക്തി വളരാനും ഒക്കെ ഇത് വരും. ഏതാണ്ട് 5-6 വർഷം മുമ്പ് നടന്ന കാര്യമായതുകൊണ്ട് വീണമോക്ക് അതിനെക്കുറിച്ച് ഓർമ്മ പോയിട്ടുണ്ട്. ആ ഓർമ്മകൾ എല്ലാം വീണ്ടെടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യോന്നി എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ നാട്ടിലെ കിട്ടുന്ന ഒരു ചെടി. അത് എണ്ണ കാച്ചിയാൽ നല്ല ഓർമ്മശക്തി ആയിരിക്കും. ആയുർവേദം ആ ഓർമ്മകൾ തിരികെ എടുക്കാനുള്ള ഒരു നീക്കത്തിലാണ് ED. അവർ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പം ബാക്കി തെളിവുകൾ കിട്ടും. ബാക്കി തെളിവുകൾ എന്ന് പറഞ്ഞാൽ SFIയുടെ അന്വേഷണ റിപ്പോർട്ട് അത് ഇരകീറി പരിശോധിക്കും. അത് മതി. SFIയുടെ റിപ്പോർട്ടിങ് കിട്ടിയാൽ മതി. അതിൽ തന്നെ ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വീണത്തേക്കേണ്ടി ഓർമ്മിപ്പിക്കാനുള്ള കാര്യങ്ങൾ അതിൽ കാണും. മറന്നുപോയെങ്കിൽ ഇത് സംഗതിയിൽ ഇരിപ്പുണ്ട് എന്ന് പറയാനുള്ള തെളിവുകൾ അതിനകത്ത് കാണും. ഇഴകീറി പരിശോധിച്ചതിന് ശേഷം ബാക്കി നടപടികളിലേക്ക് പോകും. വീണ തൈക്കണ്ടി ഏതാണ്ട് അകത്ത് പോകും എന്ന് ഏതാണ്ട് ഒരു സൂചനയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ ബാക്കി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോവുക? വീണ്ടും CPM ഗുണ്ടാ സംഘത്തെ ഇറക്കി EDക്കാരെ തല്ലിക്കൊല്ലുവോ, അതോ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം MLA സ്ഥാനം ഒക്കെ രാജിവെച്ചിട്ട് അതില്ല ജയിലിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമോ? സ്ഥാനമുട്ടുള്ളൊരു കളിയില്ല. സ്ഥാനമായിട്ട് തന്നെ ഇരിക്കണം. എന്തായാലും മറന്നതൊക്കെ ഓർക്കാനുള്ള ഇട വരട്ടെ. വീണാമോൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓർത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.